ഹലോ നമസ്കാരം. റിവ്യൂ ജംഗ്ഷന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ മുഫാസയാണ്. മുഫാസ അറിയാലോ, ലയൺ കിങ് എന്ന് പറയുന്ന സിനിമയുടെ അടുത്ത പാർട്ടായിട്ട് വന്നൊരു മൂവിയാണ്. എൻ്റെ ഒരു പ്രിക്വലായിട്ട് വരുന്ന ഒരു മൂവിയാണ് മുഫാസ എന്നുള്ള സാധനം. ഇതൊരു കൊച്ചു കുട്ടികൾക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്രിസ്മസ് സീസൺ ഒക്കെയാണ്, സോ കുഞ്ഞു കുട്ടികൾക്ക് ഒരു 3D പടമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മുഫാസ. എനിക്ക് പേഴ്സണലി ഒരു ഓക്കെ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്. കാരണം എനിക്ക് ലയൺ കിങ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കോറും മറ്റു കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ലയൺ കിങ് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതൊരു ഓക്കെ പടമാണ്. ചുമ്മാ നമുക്ക് ഈ ഫെസ്റ്റിവൽ സീസണിൽ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറേ ഉള്ളൂ സിനിമ. അപ്പോൾ സോ 1.25 മണിക്കൂർ നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ കാണണമെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാര്യം അതിൻ്റെ ഒരു 3D എഫക്റ്റ് ആയാലും അതിൻ്റെ ഒരു സൗണ്ട് ആയിക്കോട്ടെ, നിങ്ങളൊരു നോർമൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ സൗണ്ടും കാര്യങ്ങളും 3D ഒന്നും ഇല്ലാത്തൊരു ഒരു തിയേറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. സോ ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നല്ലൊരു തിയേറ്ററിൽ കണ്ടാൽ ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മുഫാസ തോന്നിയിട്ടുള്ളത്. ഒരു വാവ് ഫാക്ടർ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പടം മോശമല്ല. കുട്ടികൾക്ക് ഒരു പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉള്ള ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു വളരെ ഒരു നൈസായിട്ട് വളരെ സ്വീറ്റ് ആയിട്ടൊരു മൂവി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വേറോസ് ഒക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഫാസ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. സിനിമ പറ്റി വേറെ വലുതായിട്ട് രീതിയിലൊന്നും പറയാനുള്ള കാര്യങ്ങളും ഒന്നും ഇതിലില്ല. സ്കോറും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ലയൺ കിങ്ങിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയും ഒരു 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 സൂപ്പർ ആയിട്ടുള്ള സ്കോറും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല. ഓക്കെ എന്നുള്ള ലൈനിൽ നിൽക്കുന്ന അത്യാവശ്യം കുറച്ചും 3D എഫക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചൊരു സിനിമ. അതാണ് മുഫാസ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും, പിന്നെ ശരി അവിടെ ഇവിടെയൊക്കെ ചില തമാശകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചൊരു സിനിമ. അപ്പം നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽ സീസൺ, ക്രിസ്മസ് സീസണിൽ തരക്കേടില്ലാത്ത രീതിയിൽ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സിനിമയാണ് മുഫാസ. അത് ലയൺ കിങ് പോലെ നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിങ്ങൾ പോകണ്ട. അത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ മീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ കുട്ടികൾക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെടാം. അതിനും അവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും എന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്യണം. അതിൻ്റെ ഒരു സൗണ്ടും അതിൻ്റെ ഒരു പ്രൊജക്ഷൻ, അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു 3D കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്ററിൽ സെലക്ട് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ. അല്ല നമുക്കൊരു വലിയ റിവ്യൂ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം അത്ര ഇല്ല താനും. സോ എനിക്ക് ഒരു സ്ട്രിക്ട്ലി ഒരു ആവറേജ് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര മനസ്സിൽ തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന അത്രയും വലിയ മൊമെന്റ്സ് ഒന്നും സിനിമയിൽ നമുക്കില്ല. നമുക്ക് ലയൺ കിങ്ങിലൊക്കെ നമുക്ക് ആ സ്കോർ ഉണ്ടല്ലോ, നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നല്ല സ്കോർ ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. ഇത് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ഒരു പടം. ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു പക്ഷെ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു സിനിമ. പിന്നെ അവരുടെ മേക്കിങ്ങിനെ പറ്റി ഒന്നും നമ്മൾ പറയണ്ടല്ലോ, ടോപ്പ് നോച്ചാണ്. സോ അങ്ങനെ കാണാൻ പറ്റുന്ന, ക്രിസ്മസ് സീസണിൽ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയാണ് മുഫാസത്തേക്ക്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ഈ റിവ്യൂ തീർച്ചയായും വ്യക്തിപരമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം, എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടേക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഇത് അത്ര കൂടെ വർക്ക് ആയില്ല. സോ ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബാക്കി അപ് ടു യു. ഓക്കെ, സോ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതിന് മുമ്പ് ചിലപ്പോൾ എനിക്ക് വേറെ സിനിമയും കൂടെ ഈഡിയും കൂടെ കാണാൻ താല്പര്യമുണ്ട്. അത് ചെയ്യാൻ കാണുമെങ്കിൽ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. അപ്പം ബൈ. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പ്ലീസ്.